റൂൾ 50 ഓർഡർ അടിയന്തര പ്രമേയം. കാർഷിക വിളകളുടെ വിലയിടിവും ഉൽപാദന ചെലവിലുണ്ടായ വർധനവും കടബാധ്യതയും സർക്കാർ അവഗണിക്കുന്നതായും തന്മൂലം കർഷക സമൂഹം പ്രതിസന്ധി നേരിടുന്നതായും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന പ്രമേയം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ കുറുക്കോളി മൊയ്തീൻ, എൽദോസ് പി കുന്നപ്പള്ളിൽ, മോൻസ് കെ ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. സർ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കർഷകരെ ഒരു കാലത്തും അവഗണിച്ചിട്ടില്ല. കർഷകരെ പരിഗണിക്കുന്ന, കർഷകരെ ചേർത്ത് നിർത്തുന്ന സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ഇവിടെ അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസിൽ പറയുന്നത് പോലെ അവഗണന എന്നുള്ളതെല്ലാം അതിന് മുൻപുണ്ടായിരുന്ന കാലഘട്ടത്തിൽ മാത്രമായിരുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. സർ, ഈ സർക്കാർ കർഷകരുടെ പ്രശ്നങ്ങളിൽ യഥാസമയം ഇടപെടുകയും കർഷക പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധവുമായ ഒരു സർക്കാരാണ്. വിവിധങ്ങളായ വിളകളുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് ഉണ്ടാകുന്ന, ആ വിളകൾ കൃഷി ചെയ്യുന്ന കർഷകരുടെ പ്രശ്നങ്ങളിൽ യഥാസമയം ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്. ആവശ്യമായ ഉത്തരവുകളുടെയും സാമ്പത്തികമായും സാങ്കേതികമായും കർഷകരെ സഹായിക്കുവാനുള്ള നടപടികൾ ഈ ഗവൺമെന്റ് കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഉദാരവൽക്കരണ, ആഗോളവൽക്കരണ നയങ്ങളുടെയും രാജ്യം ഏർപ്പെട്ട കരാറുകളുടെയും കൊടും ചൂടിൽ വാടിക്കരിഞ്ഞ കാർഷിക മേഖലയെ പച്ചപ്പുള്ളതാക്കി മാറ്റിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന കാര്യമാണ്. സർ, കാലാവസ്ഥാ വ്യതിയാനവും കേന്ദ്രത്തിന്റെ തെറ്റായ കാർഷിക നയങ്ങളും വന്യമൃഗ പ്രശ്നങ്ങളും കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് സൃഷ്ടിക്കുന്ന ഭീഷണി തരണം ചെയ്യാൻ 2026 ലക്ഷ്യമാക്കി കൃഷിവകുപ്പിന്റെ സമൂലമായ മാറ്റത്തിന് കാരണമാകുന്നതും കാർഷിക മേഖലയെ ഏറ്റവും നന്നായി മുന്നോട്ട് നയിക്കുന്നതിനും കഴിയുന്ന പദ്ധതികളാണ് കൃഷിവകുപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. കൃഷിയുടെ ആവശ്യകതയും പ്രാദേശിക സാമ്പത്തിക വികസനത്തിൽ കാർഷിക മേഖലയുടെ പങ്കും മനസ്സിലാക്കി സർക്കാർ നടപ്പാക്കിയ സുഭിക്ഷ കേരളം പദ്ധതിയുടെ തുടർച്ചയായി ഞങ്ങളും കൃഷിയിലേക്കെന്ന പദ്ധതി കാർഷിക മേഖലയുടെ ജനപങ്കാളിത്തം ഉയർത്തുവാനും കാർഷിക മേഖലയിൽ ജനകീയ കൂട്ടായ്മ കൃഷിക്കൂട്ടങ്ങളായി സൃഷ്ടിക്കാനും സാധ്യമായി. ഭക്ഷ്യസുരക്ഷയും സുരക്ഷിത ഭക്ഷണവും കർഷകരുടെ വരുമാന വർധനവും എന്നീ ലക്ഷ്യങ്ങളാണ് ഇതിലൂടെ സർക്കാർ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉൽപാദന മേഖലയിൽ വിപണി അധിഷ്ഠിതമായ ഉൽപാദനം സാധ്യമാക്കുന്നതിനും ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി ലഭ്യമാക്കുവാനും ഈ ഇടപെടലിലൂടെ സാധ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സർ, കൃഷിക്കൂട്ടങ്ങളെ ഫലപ്രദമായി സംയോജിപ്പിച്ച് 2023-24 10,000 ഹെക്ടർ മൂല്യവർദ്ധിത കൃഷിയും 1000 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന ലക്ഷ്യം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2026 ആകുമ്പോഴേക്കും 1 ലക്ഷം ഹെക്ടറിൽ മൂല്യവർദ്ധിത കൃഷിയും 3000 കോടിയുടെ വിറ്റുവരവും 3 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുക എന്ന വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. വിളയധിഷ്ഠിത കൃഷിരീതി പ്രോത്സാഹിപ്പിച്ചും കർഷക ഉൽപാദക സംഘങ്ങൾ, ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ രൂപീകരിച്ചും ഉൽപാദന വർധനവും വിപണിയിൽ ലക്ഷ്യമിട്ട പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരള അഗ്രോ ബിസിനസ് കമ്പനി ഈ ദിശയിൽ കാർഷിക മേഖലയെ സഹായിക്കുന്നതിന് ഉപകരിക്കുന്ന തരത്തിൽ, കർഷകരെ ഉപകരിക്കുന്ന തരത്തിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. സർ, കർഷകരെ ഈ മേഖലയിൽ നിലനിർത്താനുള്ള ശ്രമം സാമ്പത്തികമായ പ്രതിസന്ധികൾക്കിടയിലും സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെല്ല്, പച്ചത്തേങ്ങ, വിവിധയിനം പച്ചക്കറികൾ, റബ്ബർ എന്നിവയ്ക്ക് സർക്കാർ താങ്ങുവിലയും കുറഞ്ഞ അടിസ്ഥാന വിലയും നിശ്ചയിച്ച് കർഷകരെ സഹായിക്കുന്നു. 2020-21 വർഷം കാർഷിക മേഖലയ്ക്കായി 590.61 കോടി രൂപയും 21-22 വർഷം 605.9 കോടി രൂപയും 23-24 വർഷം 587.37 കോടി രൂപയും 23-24 വർഷം 650.66 കോടി രൂപയും 24-25 ബജറ്റിനകത്ത് 693.21 കോടി രൂപയും കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി വകയിരുത്തിയിട്ടുണ്ട്. ഈ വർഷങ്ങളിലെല്ലാം കേന്ദ്ര പദ്ധതികൾക്കും ആനുപാതികമായ തുക സംസ്ഥാനം വകയിരുത്തി കേന്ദ്ര പദ്ധതികളോട് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളും കർഷകന് ലഭ്യമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ കർഷകർക്ക് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ നേരിട്ട് ലഭ്യമാക്കുന്നതിനും കൃഷിശ്രീ സെന്ററുകൾ അനുവദിച്ചിട്ടുണ്ട്. സാർ, ഇതിനു പുറമെ കാലാവസ്ഥാ വ്യതിയാനം മൂലം കാർഷിക കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അടുത്ത സാമ്പത്തിക വർഷം മുതൽ 5 വർഷത്തേക്ക് കേര പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് എന്ന പ്രത്യേകതയും ഉണ്ട്. സാർ, കേരളത്തിലെ കർഷകർക്ക് വേണ്ടി നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വിശദാംശങ്ങളിലേക്കെല്ലാം ഞാൻ കടന്നു പോകുന്നില്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേതൃത്വത്തിൽ നടന്നുവരുന്ന നെല്ല് സംഭരണം കാര്യക്ഷമമാക്കുവാൻ സർക്കാർ നടപടികൾ കൈക്കൊണ്ടിരുന്നു. ഈ സീസണിൽ ഇതുവരെ ഒന്നാം വിളയിൽ 55,793 കർഷകരിൽ നിന്നായി 1.358 ലക്ഷം മെട്രിക് ടണ്ണും രണ്ടാം വിളയിൽ 429 കർഷകരിൽ നിന്നായി 3,950 മെട്രിക് ടൺ നെല്ലും സംഭരിച്ചിട്ടുണ്ട്. സംഭരണ വിലയായി
294.48 കോടി രൂപ വിതരണം ചെയ്തു. 2017-18 മുതൽ 22-23 വരെ 614.98 കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന്റെ എമൗണ്ട് ഇപ്പോൾ പുതിയ കണക്കുകൾക്കനുസരിച്ച് വീണ്ടും വലിയ കൂടുതലാണ് എന്ന കാര്യം കൂടി അറിയിക്കുന്നു. നെല്ല് സംഭരണം കാര്യക്ഷമമാക്കുന്നതിനും കർഷകർക്ക് യഥാസമയം നെല്ലിന്റെ വില ലഭ്യമാക്കുന്ന നടപടികൾ ത്വരിതപ്പെടുത്താൻ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റിയും വിദഗ്ധ കമ്മിറ്റിയും സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ പരിശോധിച്ചു വരികയാണ്. സർ, കേരള കർഷകരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വർഷങ്ങളായി സംഭരണത്തിന് ഒരു തെങ്ങിന്റെ വാർഷികോൽപാദനം തെങ്ങൊന്നിന് 50 നാളികേരമായി നിശ്ചയിച്ചിരുന്നത് 70 ആക്കി ഉയർത്തുകയും വർഷത്തിൽ 6 തവണയായി നടത്തിയ പച്ചത്തെങ്ങ കർഷകർ ആവശ്യപ്പെടുന്ന വർഷം 5 തവണയായി സംഭരിക്കുന്നതിനും 70 നാളികേരം എന്നത് ഓരോ വിളവെടുപ്പിനും എത്ര എണ്ണം എന്ന് തീരുമാനിക്കാൻ കൃഷി ഡയറക്ടർക്ക് അനുമതി കൊടുക്കുകയും ചെയ്തു. ദീർഘകാലമായി കർഷകർ ഉന്നയിച്ചുകൊണ്ടിരുന്ന പ്രശ്നത്തിന് പരിഹാരമായത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. സർ, 23-24 ബജറ്റിൽ 2 രൂപ നാളികേരത്തിന് സംഭരണ വിലയിൽ വർദ്ധിപ്പിച്ച് ഇപ്പോൾ 34 രൂപയാക്കിയിട്ടുണ്ട്. നാളികേര കർഷകർക്ക് ഒരു കർഷകന്റെ ഭൂമി പരിധി 5 ഏക്കറിൽ നിന്ന് 15 ഏക്കറായി വർദ്ധിപ്പിക്കണം എന്നുള്ളത് നവകേരള സദസ്സിന്റെ ഭാഗമായി ലഭ്യമായ പരാതിയായിരുന്നു, നിർദ്ദേശമായിരുന്നു. അത് അംഗീകരിച്ച് കർഷകന്റെ ഭൂമി പരിധി 5 ഏക്കറിൽ നിന്ന് 15 ഏക്കറായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തെങ്ങിന്റെ വാർഷികോൽപാദനം ചില മേഖലകളിൽ 70-ൽ കൂടുതൽ ആണെന്നുള്ള കർഷകരുടെ പരാതി പരിഗണിച്ച് ഈ മേഖല കണ്ടെത്താൻ പ്രത്യേകമായൊരു കാർഷിക വിദഗ്ധരുടെ ഒരു ഉന്നതതല സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പച്ചത്തേങ്ങയുടെ സംഭരണം കാര്യക്ഷമമാക്കി കൊപ്ര സംഭരണത്തിൽ പങ്കാളിയാവുകയും പച്ചത്തേങ്ങ സംഭരിച്ച് കൊപ്രയാക്കി നാഫെഡ് നൽകാൻ VFPCക്ക് ചുമതലപ്പെടുത്തുകയും ചെയ്തു. സാർ, നമുക്കിവിടെ കേരളത്തിൽ കേരഫെഡിനെ സംഭരണത്തിന്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കുന്ന കേന്ദ്രത്തിന്റെ നടപടികൾ ഉണ്ടായപ്പോൾ അതിൽ യാതൊരു പ്രയാസവും ഉണ്ടാവാൻ പാടില്ല എന്ന തരത്തിലാണ് VFPCക്കെയും നാളികേര വികസന കോർപ്പറേഷനെയും എല്ലാം ഈ ചുമതലയിൽ കൊണ്ടുവന്നത്. ഈ സർക്കാരിന്റെ കാലത്ത് നാളികേര ഉൽപ്പാദനത്തിനായി 232 കേരഗ്രാമങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 251 കേരഗ്രാമങ്ങൾക്ക് പുറമെയാണിത്. ഞാൻ ഓരോ മേഖലയെക്കുറിച്ചും പ്രത്യേകം പറയാം. റബ്ബറിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായിട്ടും അല്ലാതെയും ഈ സഭയിൽ ചർച്ച ചെയ്തിരുന്നു എന്നുള്ളതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്ക് പച്ചക്കറി ഉൽപ്പാദനത്തിലടക്കം നമുക്ക് നല്ല വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞു. 2016 ഉണ്ടായിരുന്ന 6% നിന്ന് ഏതാണ്ട് 6 ലക്ഷം ടണ്ണിൽ നിന്ന് 17 ലക്ഷം ടണ്ണിലേക്ക് ഇപ്പോൾ എത്താൻ കഴിഞ്ഞത് നല്ല ഇടപെടലിന്റെയും കാർഷിക മേഖലയിലേക്ക് ഗവൺമെന്റ് നൽകുന്ന പിന്തുണയുടെയും പിൻബലത്തിന്റെയും ഭാഗമായിട്ടാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ കാർഷിക മേഖലയെ ഉയർത്തുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായി 2026 ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള നിരവധി പദ്ധതികൾ ബജറ്റിന് അപ്പുറത്തേക്കും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനുള്ള കേര പദ്ധതികളെല്ലാം നടപ്പിലാക്കും. സാർ, നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ നയങ്ങളും മറ്റുമാണ്. ആ നയങ്ങളുടെ ഭാഗമായി കർഷകർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാജ്യ തലസ്ഥാനത്ത് ഒരു വലിയ സമരം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമ്പോൾ അതിനെക്കുറിച്ചുകൂടി ഒരു വരി അതിൽ പറയും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഉണ്ടാകാതെ പോയ ദൗർഭാഗ്യമെന്നേ പറയേണ്ടതുള്ളൂ. നമ്മളെല്ലാവരും കൂടി ചേർന്ന് നിന്ന് ആവശ്യപ്പെടേണ്ട കാര്യം അതായിരുന്നു. MSP ലീഗലൈസ് ചെയ്യണമെന്ന അഭിപ്രായത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ സഹായം വേണ്ടത് കേന്ദ്രത്തിന്റെ തന്നെയാണ്. കേന്ദ്രം ആവിഷ്കരിച്ച, കേന്ദ്രം ഏർപ്പെട്ട കരാറുകളുടെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ കാർഷിക മേഖല തകരുന്നത് എന്ന കാര്യത്തിൽ സർ ആർക്കാണ് സംശയമുള്ളത്? ആ തകർച്ചയിൽ നിൽക്കുന്ന അങ്ങനെ ഉണ്ടാവുന്ന കാർഷിക മേഖലയെ സഹായിക്കേണ്ട ഏറ്റവും വലിയ ബാധ്യതയുള്ള കേന്ദ്രത്തിന്റെ കാര്യത്തിനകത്ത് നമുക്ക് ഒരു കാര്യവും മിണ്ടാതെ പോകുന്നത് ശരിയല്ല. നാം എല്ലാവരും കൂടി ചേർന്ന് നിന്ന് ആവശ്യപ്പെടേണ്ടുന്നത് കേന്ദ്രം കേരളത്തിന്റെ കാർഷിക മേഖലയിൽ കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും നിലനിൽക്കുമ്പോഴും കേരളത്തിന്റെ കാർഷിക മേഖലയെ സഹായിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും നടപ്പിലാക്കുന്നുണ്ട്. അക്കാര്യത്തിൽ പരിഗണനയാണ് കേരളത്തിന്റെ കാർഷിക മേഖലയോട് ഈ സർക്കാരിനുള്ളത്, അവഗണനയല്ല എന്നുള്ളത് ഈ കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത് കേരളത്തിന്റെ കാർഷിക മേഖലയിൽ കൃഷിക്കാരൻ അനുഭവിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഈ സഭ നിർത്തിവെച്ച് ഇക്കാര്യം ചർച്ച ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. ശ്രീ കുറുക്കോളി മൊയ്തീൻ. സർ, കേരളത്തിലെ നാളികേര കർഷകർ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധിയെ നേരിടുകയാണ്. അതുകൊണ്ടാണ് സഭ നിർത്തിവെച്ച് അത് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നത്. രാജ്യത്തെ കർഷകർ പൊതുവെ വളരെയേറെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി 2020 രൂപീകരിച്ച 3 കരിനിയമങ്ങൾക്കെതിരായി ചരിത്രത്തിൽ തന്നെ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഐതിഹാസികമായ സമരങ്ങൾക്കാണ് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന സമരം ഇന്ദ്രപ്രസ്ഥത്തിൽ അരങ്ങേറിയത്. വളരെ മോശമായ രീതിയിൽ ആ സമരത്തെ പൊളിക്കാൻ പല നീക്കങ്ങളും കേന്ദ്ര ഗവൺമെന്റ് നടത്തുകയുണ്ടായി.
അതിനൊക്കെ അതിജീവിച്ച് അവസാനം സർക്കാർ ഉറപ്പ് നൽകി സമരം അവസാനിപ്പിച്ചു. ബില്ല് പിൻവലിച്ചു എന്നൊഴിച്ചാൽ ബാക്കി അന്നത്തെ കരാറുകളും അനുസരിച്ചുള്ള ഉറപ്പുകളൊന്നും പാലിക്കപ്പെടാതെ കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ വീണ്ടും ആ സംയുക്ത കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നലെ അമൃതസറിൽ സുവർണക്ഷേത്രത്തിൽ നിന്ന് കർഷകർ ഡൽഹിയിലെ ലക്ഷ്യമാക്കി പുറപ്പെട്ടിരിക്കുകയാണ്. ദൗർഭാഗ്യവശാൽ ആ സമരത്തിൽ ഇടതുപക്ഷ സംഘടനകൾ ഇല്ല എന്ന കാര്യം കൂടി നിങ്ങൾ അറിയിക്കുവാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇടതുപക്ഷ സംഘടനകൾ എന്തിന്റെ പേരിലാണ് അതിൽ മാറി നിൽക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഇടതുപക്ഷ സംഘടനകൾ 16-ാം തീയതി ഇടതുപക്ഷ സംഘടനകൾ 16-ാം തീയതി ലുധിയാനയിൽ നിന്ന് ഇതേപോലെ സമാന്തരമായ ഒരു സമരത്തിനാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അത് ഈ സഭയിലുള്ള അംഗങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകണം എന്ന് ഈ സന്ദർഭം സൂചിപ്പിക്കുകയാണ്. രാജ്യത്തെ കർഷകർ വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ അതിൽ രൂക്ഷമായ പ്രതിസന്ധിയാണ് കേരളത്തിലെ കർഷകർ അഭിമുഖീകരിക്കുന്നത്. അത് തിരിച്ചറിയാൻ മന്ത്രിമാർക്ക് കഴിയണം, ഭരണകൂട വിഭാഗങ്ങൾക്ക് കഴിയണം. എന്നാൽ കേരളത്തിലെ തന്നെ ഈ കർഷകരുടെ കൂട്ടത്തിൽ അതിനേക്കാൾ രൂക്ഷമാണ് നാളികേര കർഷകരുടെ അവസ്ഥ. നാളികേര കർഷകർക്ക് വലിയ ആനുകൂല്യങ്ങൾ ചെയ്തു എന്ന് മന്ത്രിയുടെ പ്രസ്താവന കേൾക്കാൻ ബഹുമാന്യനായ മന്ത്രി ഇവിടെ ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി കുറെ കാര്യങ്ങളോട് പറഞ്ഞു. 100 ചാക്ക് പഞ്ചസാര എന്ന് പറഞ്ഞാൽ നാവിൽ മധുരം ഉണ്ടാവില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കടലാസിൽ എഴുതി വെച്ചത് കൊണ്ട് കർഷകർക്ക് ഗുണം കിട്ടില്ല. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്നാണ് എനിക്ക് ബഹുമാന്യനായ പ്രസാദിനോട് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടക്കുന്നുണ്ട് രാജ്യത്തെ, സംസ്ഥാനത്ത്, അതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാൻ തയ്യാറാകണം. കർഷകർക്ക് ചെയ്ത കുറെ കാര്യങ്ങൾ നിങ്ങൾ എണ്ണി ബുക്കിലെ വരികൾ നിങ്ങൾ വായിച്ചു. ആ വായിച്ചത് കൊണ്ട് എന്ത് ഗുണം? താങ്കൾ ഒരു കർഷകനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കർഷകർക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ, അവരുടെ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ, പ്രതിസന്ധിയെ തടയാൻ നിങ്ങൾ ഈ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ടോ എന്നതാണ് നിങ്ങൾ പറയേണ്ടത്. 2016 ശേഷം കേരളത്തിലെ കർഷകർ അതിമഹത്തായ സൗകര്യങ്ങൾ ആസ്വദിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്താണ് എവിടെ നിന്നാണ് ഈ കണക്ക് കിട്ടിയത്? ഏത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇത് പറയുന്നത്? നാളികേര സംഭരണം 2016 നിർത്തിവച്ചിട്ട് 2022 തുടങ്ങുന്നത്. 6.5 കൊല്ലത്തിന് ശേഷം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്, ബഹുമാന്യനായ പിണറായിയുടെ 1ാമത്തെ ഗവൺമെന്റിന്റെ കാലത്ത് എത്ര നാളികേരം സംഭരിച്ചു? കളവ് പറയുക, തെറ്റായ കാര്യങ്ങൾ പറയുക, ഇങ്ങനെ ചെയ്താൽ കർഷകർ രക്ഷപ്പെടുമോ? അതുകൊണ്ട് 2012 നിങ്ങൾ ആരംഭിച്ചത് തന്നെ എത്ര കേന്ദ്രങ്ങളില്ല? 3 കേന്ദ്രങ്ങളില്ല. 65 ലക്ഷത്തോളം വരുന്ന കർഷകരിൽ നിന്ന് നാളികേരം സംഭരിക്കാൻ തിരുവനന്തപുരത്തും മലപ്പുറത്ത് പൊന്നാനിയിലും തൃശ്ശൂരിലും ഒരു കേന്ദ്രം, ഇന്ത്യ ജില്ലയിലും മന്ദിര ജില്ലയിലും തലസ്ഥാന ജില്ലയിലും. കാസർഗോട്ടെ കർഷകർ ഇവിടെ കൊടുത്ത് തേങ്ങ വെക്കണം. ഈ സഭയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് എണ്ണം കൂട്ടി ഇപ്പോ 100 കേന്ദ്രങ്ങളിൽ മാത്രമാണ് സംഭരിച്ചിരുന്നത്. അതിപ്പോഴില്ല. ഡിസംബറിന് ശേഷം സംഭരിച്ചിട്ടില്ല. മെയ് മാസത്തിന് ശേഷം നിങ്ങളുടെ മൊബൈൽ യൂണിറ്റ് നിർത്തി. ഒക്ടോബറിന് ശേഷം പണം കൊടുത്തിട്ടില്ല കർഷകന്. ഒക്ടോബറിന് ശേഷം 29 രൂപ കേന്ദ്രം തരുന്ന വിഹിതം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതും ഒക്ടോബർ വരെ. ഈ സംഭരണ കാലത്ത് നിങ്ങൾ കൊടുക്കേണ്ട 3 രൂപ കർഷകർക്ക് നൽകിയിട്ടില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. നിങ്ങൾ എല്ലാത്തിനും പറയും, കേന്ദ്രത്തെ കുറ്റം പറയും. കേന്ദ്രത്തിൽ നിങ്ങൾ കണക്ക് പോലും കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായി എന്ന് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളത്. ഈ സമയത്ത് നമുക്കറിയാം, ലോകത്ത് തന്നെ നാളികേരം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ. ഇന്നെന്താ സ്ഥിതി? ഇന്ന് തമിഴ്നാട്ടിന്, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ പിന്നിലാണ് കേരളത്തിന്റെ ഉത്പാദനം. അദ്ദേഹം സംസാരിക്കട്ടെ. അനാവശ്യ കമന്റുകൾ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞോട്ടെ. കൃഷിഭൂമി ചുരുങ്ങി. ബഹുമാനപ്പെട്ട അംഗം ഇങ്ങോട്ട് നോക്കിയാൽ മതി, ചേർന്ന് നോക്കിയാൽ മതി, പ്രശ്നം ഉണ്ടാവില്ല.
കൃഷിഭൂമിയുടെ അളവ് ചുരുങ്ങി. നിങ്ങൾ അങ്ങോട്ട് നോക്കുന്നുണ്ടോ കമന്റ്സ് വരുന്നത്? ഇല്ല സർ, ഇങ്ങോട്ട് നോക്കിയോ. ഓക്കെ. കൃഷിഭൂമിയുടെ അളവ് ചുരുങ്ങി, കൃഷിയുടെ ഉൽപാദനം ചുരുങ്ങി, നമ്മുടെ ഉൽപാദന ക്ഷമത പോലും കുറഞ്ഞുപോയി. ഇവിടെ പറഞ്ഞല്ലോ 2015-16 790.223 ഹെക്ടറിൽ നമ്മുടെ നാളികേരം ഉണ്ടായിരുന്നു. എന്നാൽ ഈ 22-23 എത്തിയപ്പോൾ അത് 760.354 ഹെക്ടറിലേക്ക് ചുരുങ്ങി. ഇവിടെ ഭയങ്കര അഭിവൃദ്ധിയാണെന്നാ പറയുന്നത്. ഉൽപാദനം 2015-16 ഉമ്മൻചാണ്ടിയുടെ അവസാന ഘട്ടത്തിൽ 5873 നാളികേരം ഒരു ഹെക്ടറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത് 5641 നാളികേരമാണ്. നമ്മുടെ ഉൽപാദന ക്ഷമത 14,000-അടുത്തായിരുന്നു. അവിടുന്ന് ചുരുങ്ങി പറയുന്നില്ല. ആരും ഒന്നും പറയുന്നില്ല. പ്ലീസ് അംഗീകരിക്കുക. ആരും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞോട്ടെ പ്ലീസ്. പരിഹസിക്കുകയാണ്. അങ്ങ് ഇങ്ങ് നേരെ ചേർന്ന് നോക്കിയാൽ മതി. അങ്ങ് അങ്ങോട്ട് നോക്കുന്നുണ്ടോ കമന്റ്സ് വരുന്നത്? നേരെ ഇങ്ങോട്ട് നോക്കിക്കോ. നേരെ സ്ട്രൈറ്റ്. യെസ് എന്നെ തന്നെ നോക്കിക്കോ. നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നു. ഉൽപാദന ക്ഷമത പ്ലീസ് അദ്ദേഹത്തിന്റെ മെയ്ഡൻ അടിയന്തര പ്രമേയം വിട്ടേക്ക് പ്ലീസ്. അദ്ദേഹം പറയട്ടെ. 14,000-അടുത്തുണ്ടായിരുന്നത് കഴിഞ്ഞ 25 കൊല്ലം കൊണ്ട് ചുരുങ്ങി ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 7,419-ലാണ്. നമ്മുടെ ദേശീയ ശരാശരി 9,003-ആണ്. അവിടെ നിന്ന് അപ്പൊ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ച് നോക്കൂ. മറ്റ് സംസ്ഥാനങ്ങൾ നമ്മളെ മുൻകടന്നു പോയി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കർഷകർ ആശ്രയിക്കുന്ന ഒരു വിളയാണ് നാളികേരം. നമ്മുടെ പേര് തന്നെ വന്നത് കേരളത്തിന്റെ കേര, മലയാളത്തിന്റെ എല്ലാം ഉപയോഗിച്ചാണ്. മലയാളത്തിന്റെ തന്നെ ഒരു ഗതികേടിലാണ്, അതേ ഗതിയിലാണ് ഇപ്പോ നാളികേരം ഉള്ളത്. പേര് മാറ്റിയാൽ നല്ലത്. സംസ്ഥാനത്തിന്റെ പലരും പല സംസ്ഥാനത്തും പേര് മാറ്റുന്നുണ്ട്. എങ്ങനെയായിരുന്നാലും ഇത്രയും ദുരിതപൂർണമായ ഒരു സാഹചര്യമാണ് കാർഷിക മേഖലയിൽ വിശിഷ്യ നാളികേര കർഷകർ അഭിമുഖീകരിക്കുന്നത്. നാളികേരത്തിന്റെ വില ഏറ്റവും കുറഞ്ഞ ഒരു സമയമായിരുന്നു 2008-11 കാലഘട്ടം. സർ, അങ്ങേക്കറിയാലോ, ഒരു നാളികേരം കൊടുത്താൽ ഒരു ചെറു നാരങ്ങ കിട്ടുമായിരുന്നില്ല ആ കാലത്ത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കേരളത്തിലെ വലിയ ചർച്ചയായിരുന്നു. തെങ്ങിന്റെ താഴെ, റോഡരികിൽ, പുഴകളിലൊക്കെ നാളികേരം ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തെങ്ങിന്റെ ചോട്ടൊക്കെ മുളച്ചു നിൽക്കുകയായിരുന്നു. 2011 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് വന്നു. 2008 ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, UPA ഗവൺമെന്റ് പച്ചത്തേങ്ങ സംഭരിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തു. ഒരു നാളികേരത്തിന് 4 രൂപ 10 പൈസ. ഒരു നാളികേരത്തിന് 4 രൂപ 10 പൈസ. എന്നാൽ കേരളത്തിൽ അന്ന് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന പ്ലീസ് ഒന്നും മിണ്ടാതിരിക്കുക പ്ലീസ്. അദ്ദേഹത്തെ നിങ്ങൾ ബഹളം ഉണ്ടാക്കില്ല. നിങ്ങൾ തന്നെ ബഹളം ഉണ്ടാക്കില്ല. നിങ്ങൾ അവിടെ ഇരിക്കുക. ഇപ്പൊ ആരും കമന്റ് ചെയ്യുന്നില്ല. പ്ലീസ് അങ്ങ് സംസാരിച്ചോ പ്ലീസ്. ശ്രീ ബൈദുള്ള പ്ലീസ്, നിങ്ങൾ തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല. പ്ലീസ് അങ്ങനെ ഇരിക്കുക. കേന്ദ്ര സർക്കാർ ഒരു നാളികേരത്തിന് 4 രൂപ 10 പൈസ വെച്ച് സംഭരിക്കാൻ 2008 തീരുമാനമെടുത്തു. എങ്കിലും ഒരു ഉദ്ഘാടന പരിപാടിയോടുകൂടി അന്നത്തെ ഗവൺമെന്റ് സംഭരണം നിർത്തി. കോഴിക്കോട് വെച്ച് ഉദ്ഘാടനം നടത്തി, പിന്നെ സംഭരിച്ചില്ല. നാളികേരത്തിന് വീണ്ടും വില കേരളത്തിൽ താഴേക്ക് കൂപ്പുകുത്തി. ഒരു നാളികേരത്തിന് 2.5 രൂപ പോലും വില കിട്ടാത്തൊരു കാലം. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 2012 പച്ചത്തേങ്ങ സംഭരിക്കുവാൻ തീരുമാനമെടുക്കുന്നതും 1 കിലോ പച്ചത്തേങ്ങക്ക് 14 രൂപ വില നിശ്ചയിക്കുന്നു. 14 രൂപ നിശ്ചയിച്ചതോടുകൂടി ഒരു നാളികേരത്തിന്റെ വില 6 രൂപയോളം ഉയർന്നു. 2.5 രൂപയിൽ നിന്ന് 6ലേക്ക് ഉയർന്നു. ആ ഗവൺമെന്റ് പതുക്കെ വില കൂട്ടി 1 കിലോ നാളികേരം 38 രൂപക്ക് സംഭരിക്കുന്ന സാഹചര്യം ഉണ്ടായി.
പ്ലീസ്. 1 കിലോ നാളികേരം 38 രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ സമയം എക്സീഡ് ചെയ്തു. ഇന്ത്യ ശല്യം ചെയ്തത് അധികം തരണം. അതുകൊണ്ട് നാളികേരത്തിന്റെ വില 38 രൂപയിലേക്ക് ഉയർത്തിയപ്പോ ഒരു നാളികേരത്തിന് കർഷകന് 15 രൂപ വില കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. സർ, ഇങ്ങനെ ഒരു സൗഭാഗ്യത്തിന്റെ ഒരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനായ പിണറായി വിജയൻ സഖാവിനോട് കൂടി ഞാൻ ഇത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മുഖ്യമന്ത്രിയോട്. അത് പോയി ഈ ഗവൺമെന്റ് വന്നതോടുകൂടി ഈ 15 രൂപ വരെ വില കിട്ടിയ സാഹചര്യത്തിൽ സർ അരിക്ക് വില 30 രൂപയുണ്ടായിരുന്നു. 1 കിലോ അരിക്ക് 2 നാളികേരറ്റ് പോയാൽ ഒരു കർഷകന് 2 കിലോ അരി വാങ്ങിച്ചു കൊണ്ടുവരാമായിരുന്നു. സർ, അന്ന് ഒരു കർഷക തൊഴിലാളിയുടെ കൂലി 600 രൂപയായിരുന്നു. സർ, ഇന്ന് തൊഴിലാളിയുടെ കൂലി 900 രൂപയാണ്. 2 മിനിറ്റ് കൂടി. സർ, തെങ്ങിൽ കയറി നാളികേരം പറിക്കുന്ന തൊഴിലാളിയുടെ കൂലി 30 രൂപയായിരുന്നു അന്ന്. അതിപ്പോ ഞങ്ങളുടെ നാട്ടിൽ 50 രൂപയാണ്, ചില സ്ഥലത്ത് 60 ഉണ്ട്. വർധനവ് 100% വർധനവ്, 100%. എന്നാൽ നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് നാളികേരത്തിന്റെ വില നേരെ പകുതിയായി ചുരുങ്ങി, അരിയുടെ വില നേരെ ഇരട്ടിയായി. സർ, ഇപ്പൊ എത്ര നാളികേരം കൊണ്ടുപോകണം? ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പൊന്നാര ഗവൺമെന്റിന്റെ കാലത്ത് ഒരു കർഷകന് അരി വാങ്ങാൻ 1 കിലോ അരി വാങ്ങാൻ 5 നാളികേരം കൊണ്ടുപോകണം. സർ, ഈ വർധനവ് കേരളത്തിലെ ഉൽപാദന രംഗത്തെ ഈ അധികരിച്ച ചെലവ് സർക്കാർ അതുകൊണ്ട് വർദ്ധിച്ച ഉൽപാദന ചെലവാണ് കേരളത്തിലുള്ളത് എന്ന് ആദ്യം തിരിച്ചറിയണം. അതുകൊണ്ട് ഗവൺമെന്റ് സംഭരണം എല്ലാ മേഖലയിലും മുൻ ഗവൺമെന്റിന്റെ കാലത്ത് നടത്തിയതുപോലെ എല്ലാ കർഷകർക്കും സമീപത്ത് കൊണ്ടുപോയി വിൽക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും പണം കൃത്യമായി കർഷകർക്ക് ലഭ്യമാക്കുന്ന ഒരു സാഹചര്യവും കാലോചിതമായി നാളികേരത്തിന്റെ വില 50 രൂപയെങ്കിലും കിലോക്ക് വർദ്ധിപ്പിച്ച് നൽകാവുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ പ്രമേയം അവതരിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, കേരളത്തിന്റെ കാർഷിക മേഖല അദ്ദേഹം ഏറ്റവും പ്രധാനമായി അടിയന്തര പ്രമേയത്തിനകത്ത് പറഞ്ഞത് നാളികേരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സർ, എന്തുകൊണ്ടാണ് നാളികേര മേഖലയ്ക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നത്? അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചൊരു പേരും സൂചിപ്പിച്ചു, മൻമോഹൻ സിംഗിൻ്റെ കാലം എന്ന്. എൻ്റെ പൊന്നെ, ആ ഭയപ്പെടുത്തുന്ന ദിവസങ്ങൾ ഓർമ്മിപ്പിക്കല്ലേ എന്ന് എനിക്ക് പറയാം. അത് യാഥാർത്ഥ്യമല്ലേ? ആ കരാറുകൾ നമുക്ക് എന്ത് ഗുണം ചെയ്തു? സർ, 2009 ആഗസ്റ്റ് മിനിസ്റ്റർ പറഞ്ഞോ. പാമോയിൽ ഇറക്കുമതി ഉണ്ട് സിദ്ദിഖെ, 2009 ആഗസ്റ്റ് 13 ആനന്ദ് ശർമ്മ ബാങ്കോങ്ങിൽ പോയി ആസിയൻ കരാർ ഒപ്പിട്ട് 2010 മുതൽ ഈ ഇന്ത്യയിൽ നടപ്പിലാക്കിയപ്പോൾ ഇങ്ങനെ എങ്ങോട്ടേക്ക് അവിടെ പാമോയിൽ വന്നത്? 2010 അസംസ്കൃത പാമോയിലിന് 2009 അസംസ്കൃത പാമോയിലിന്റെ ഇറക്കുമതി ചുങ്കം 80%. ഇപ്പൊ എത്രയാണ് ഇറക്കുമതി ചുങ്കം? 0. എങ്ങോട്ടാണ് നിൽക്കുന്നതെല്ലാം? എന്താ മിണ്ടാതിരിക്കുന്നത്? സത്യത്തിൽ ഇത് നിങ്ങളുടെ കുട്ടിയാണ്. വിശ്വാമിത്രന് മേനകയിൽ ശകുന്തല ഉണ്ടാക്കിയ വിശ്വാമിത്രൻ ശകുന്തലയെ തള്ളി പറയുന്നത് പോലെ നിങ്ങൾ ഇപ്പൊ തള്ളി പറയാൻ നിൽക്കുകയാണ്. നിങ്ങളുടെ കുട്ടിയാണിത്, നിങ്ങളുണ്ടാക്കിയ കരാറാണ്. ആസിയാൻ കരാർ ഉണ്ടായിരിക്കാൻ പറ്റുമോ? അസംസ്കൃത പാമോയിലിന് 80% ഇറക്കുമതി തീരുവ ഉണ്ടായിരുന്നത് ഇപ്പോൾ 0 മാറി ഈ കരാറിന്റെ ഭാഗമായിട്ട്. ശുദ്ധീകരിച്ച പാമോയിൽ 90% ഉണ്ടായിരുന്നു, ഇപ്പൊ എത്രയാണ്? 12.5%. ആസിയാൻ കരാറിൽ ഒപ്പിടുന്നതിന് മുമ്പ് സംസ്ഥാനവുമായി ചർച്ച നടത്തും എന്ന് അന്ന് കേരളത്തിലെ ഗവൺമെന്റിന് അന്നത്തെ പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. ഒരു ചർച്ചയും ഉണ്ടായതേയില്ല, ഏകപക്ഷീയമായി കരാർ ഒപ്പിട്ടു. ഈ പ്രശ്നം ഉണ്ടാക്കിയത് എവിടുന്നാണ്? നമ്മുടെ നാട്ടിലെ കാർഷിക മേഖലയെ തകർക്കും എന്ന് ഈ കരാറുകളുടെ എല്ലാം ഭാഗമായി അന്നേ തന്നെ പറഞ്ഞിരുന്നതാണ്. ഇന്ത്യ 13 സ്വതന്ത്ര വ്യാപാര കരാറുകളും 6 പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റുകളും ഒപ്പുവെച്ചിട്ടുണ്ട്.
ഇതുകൂടാതെ യൂറോപ്യൻ യൂണിയനുമായും യുണൈറ്റഡ് കിങ്ഡമുമായും ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റുകൾ ഉണ്ടാകുവാനുള്ള ചർച്ച പുരോഗമിക്കുന്നുണ്ട്. 13ാമത്തെ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് ഒപ്പുവെച്ചത് 2022 ഏപ്രിലാണ്. നമ്മുടെ ഗവൺമെൻറ് ഉൾപ്പെടെ നടത്തിയ ഇടപെടലുകളുടെ ഭാഗമായി ഒരു കരാറിൽ നിന്ന് ഒപ്പുവെക്കുന്നതിൽ മാറ്റം വന്നിട്ടുണ്ട്. സർ, ഡിസംബർ 4, 2019 കേന്ദ്ര കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ മന്ത്രി പീയൂഷ് ഗോയൽ പാർലമെന്റിൽ നൽകിയ ഉത്തരത്തിൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റാണ് പാം ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും പാം ഓയിൽ ഇറക്കുമതി തീരുവ വീണ്ടും 5% കൂട്ടുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. നമ്മൾ നോക്കണം, പാം ഓയിലിൻ്റെ ഇറക്കുമതി തീരുവ കുറച്ചത് ഇങ്ങോട്ട് വന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. Import of palm oil happens mainly from ASEAN countries such as Indonesia and Malaysia under the free trade agreements following surge in imports and threat of serious material injury to domestic industry. ഇന്ത്യൻ പാർലമെന്റിൽ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാണ്ട് അവരുടെ വക്കാലത്ത് പിടിക്കുന്നത്? NDAക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറയുന്ന ഒരാളായി ശ്രീ കുറുക്കോളി മൊയ്തീൻ മാറാൻ പാടില്ലായിരുന്നു. ഒ രാജഗോപാലിൻ്റെ കഴിഞ്ഞ നിയമസഭയിൽ ഒ രാജഗോപാൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒ രാജഗോപാലിന്റെ ഒരു അസാന്നിധ്യം അങ്ങയുടെ വർത്തമാനത്തിലൂടെ ഒ രാജഗോപാലിന്റെ ഒരു അസാന്നിധ്യം അങ്ങയുടെ വർത്തമാനത്തിലൂടെ നികത്തിക്കൊടുക്കേണ്ട ഒരു ആവശ്യം അങ്ങേക്ക് എന്തായാലും ഇല്ലായിരുന്നു എന്നുള്ളത് ആലോചിക്കുക. സർ, യാഥാർത്ഥ്യബോധമില്ലാത്ത ഓരോ രംഗത്തും ഇപ്പൊ റബ്ബറിന്റെ കാര്യത്തിൽ അടക്കം ഇറക്കുമതി ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് കേന്ദ്രം ഏർപ്പെട്ടിരിക്കുന്ന കരാറുകളുടെ ഭാഗമായിട്ട് നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ കേന്ദ്രത്തിനല്ലേ നമ്മൾ അത് കുറ്റപ്പെടുത്തേണ്ടത്? നമുക്ക് ലഭ്യമാകേണ്ടുന്ന എമൗണ്ടിൻ്റെ കാര്യത്തിൽ എത്രയോ കോടി രൂപ ഈ കണക്കുകളെല്ലാം പറഞ്ഞു. ഈ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ തലസ്ഥാന നഗരിയിൽ യൂണിയൻ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു സമരവുമായി പോകുമ്പോൾ ആ സമരത്തെയും ഇവരെല്ലാം കൂടി ആക്ഷേപിക്കുകയായിരുന്നു. നമുക്ക് ലഭ്യമാവാനുള്ളതൊക്കെ ലഭ്യമാകുമ്പോൾ മാത്രമേ കാർഷിക മേഖലയ്ക്ക് ഇതിനേക്കാൾ കൂടുതലായി നമുക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അവിടെയും പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു യൂണിയൻ ഗവൺമെൻറ്റും ആ പ്രതിസന്ധി ഉണ്ടാക്കുന്ന യൂണിയൻ ഗവൺമെൻറ്റുകളുടെ കാലത്തുള്ള പ്രതിസന്ധികൾക്ക് അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടിയിരുന്നത്. സർ, 2024-25 കേന്ദ്ര ബജറ്റിനകത്ത് പൊട്ടാഷ്, ഫോസ്ഫേറ്റ് വളങ്ങളുടെ സബ്സിഡി റിവൈസ്ഡ് ബജറ്റിൽ 60,300 കോടി വകയിരുത്തുന്നത് 45,000 കോടിയായി കുറച്ചിരിക്കുകയാണ്. രാസവളങ്ങൾക്ക് വീണ്ടും വില വർദ്ധിക്കാൻ ഇടവരുന്ന തരത്തിലേക്കാണ്. എന്തുകൊണ്ടാണ് നമ്മളുടെയൊക്കെ അജണ്ടയിൽ അല്ലെങ്കിൽ പ്രതിപക്ഷം ഈ പറയുന്നതിനകത്ത് ആ അജണ്ടയിൽ അത് ഇല്ലാതെ പോകുന്നത്? അദ്ദേഹം പറയുന്നു, ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന സമരങ്ങൾക്കകത്ത് ഇടതുപക്ഷമേ ഇല്ല എന്ന്. ഈ സംയുക്ത കർഷക മോർച്ച എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അങ്ങേക്ക് അറിയില്ലേ? ആ സംയുക്ത കർഷക മോർച്ചയ്ക്കകത്ത് ഇവരെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നവരും അങ്ങേക്ക് അറിയില്ലേ? ഈ സമരത്തിനകത്ത് ആ സമരത്തിൽ പങ്കെടുക്കുന്ന സംഘടനകൾ തമ്മിലൊരു പൊതുധാരണയും എല്ലാം എത്തിയിട്ടുണ്ട്. ആ ധാരണ അടിസ്ഥാനത്തിൽ എല്ലാ പിന്തുണയും പിൻബലവുമായിട്ട് ഈ ഇന്ത്യയിലെ ഇടതുപക്ഷ കർഷക സംഘടനകൾ അതിൻ്റെ മുന്നണിയിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ഞങ്ങൾക്കൊരു തരത്തിലും ഈ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരായി നിലപാടുകളും സ്വീകരിക്കാൻ ഒരു മടിയും ഇല്ല. ഇവിടെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും പറയാനുണ്ട്. അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ 2 പേർക്ക് MS സ്വാമിനാഥനും ചൗധരി ചരൺ സിംഗിനും ഭാരതരത്നം കൊടുത്ത പ്രഖ്യാപനം അടുത്തിടെ ഉണ്ടായി. ഭാരതരത്നം 2 കർഷകർ കൃഷിയുമായി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ 2 പേർക്ക് ഭാരതരത്നം കൊടുക്കുമ്പോൾ ഇന്ത്യയിലെ കോടാനുകോടി കർഷകരെ ഈ നാട്ടിൽ അവഗണിക്കുകയും ഇന്ത്യൻ തലസ്ഥാനത്തിൽ അവർക്ക് ടിയർ ഗ്യാസുകൾ സമ്മാനിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്ര ഭരണകൂടത്തിനെതിരെയാണ്, ഒരു യൂണിയൻ ഗവൺമെൻറ്റിനെതിരെയല്ലേ നമ്മളെല്ലാം ഒന്നിച്ചു നിന്ന് വിരൽ ചൂണ്ടേണ്ടത്? ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും കർഷകരെ സഹായിക്കുന്ന സർക്കാരിനെതിരെ വിരൽ ചൂണ്ടുക എന്ന് പറഞ്ഞാൽ എന്ത് രാഷ്ട്രീയമാണ് അതിനകത്ത് അടങ്ങി നിൽക്കുന്നത്? സർ, 2004 സ്വാമിനാഥൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് കമ്മീഷനെ ചുമതലപ്പെടുത്തി. 2007 സ്വാമിനാഥൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് നൽകി. സർ, LDFിൻ്റെ MPമാർ അടക്കമുള്ളവർ പറഞ്ഞു പാർലമെൻറ്റിൽ ഈ പാർലമെൻറ്റിൽ ഈ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു. ആ ഗവൺമെൻറ് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. അദ്ദേഹം തന്നെ ഇവിടെ സൂചിപ്പിച്ച ഗവൺമെൻറ് ഉണ്ടായിരുന്നു, മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്. ഇന്ത്യൻ പാർലമെൻറ്റ് ചർച്ച ചെയ്തില്ല. പിന്നാമ്പുറ കഥകളെല്ലാം ഉണ്ട്, ഞാനതെല്ലാം ഇതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹവുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കും ചർച്ചയ്ക്കും തയ്യാറാകാതിരുന്ന ഭരണാധികാരികളുടെ പേരുകൾ UPA മുതൽ NDA വരെ നീളുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നാം ഓർക്കേണ്ടതുണ്ട് എന്നതുകൂടി മാത്രമേ പറയുന്നുള്ളൂ. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല സാർ.
ഇത് നമ്മുടെ മുമ്പിലുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ യാഥാർത്ഥ്യം കണ്ടുകൊണ്ട് വേണം നിൽക്കാൻ. ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും പറയുകയാണ്. നമുക്ക് അദ്ദേഹം ഇവിടെ ഉൽപ്പാദനക്ഷമതയുടെ കാര്യം പറഞ്ഞു. ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ശരിയായ കാര്യമാണ്. ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കണം. നമ്മളെക്കാൾ ഉൽപ്പാദനക്ഷമത കൂടുതൽ തമിഴ്നാടിനും കർണാടകത്തിനൊക്കെ ഉണ്ടാവുന്നു. നമ്മളങ്ങനല്ലേ കേരഗ്രാമം അങ്ങയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ നടപ്പിലാക്കിയതും? കേരഗ്രാമം വന്ന ഇടങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പ്രത്യേക സമിതി വെച്ചപ്പോൾ കേരഗ്രാമം ഉണ്ടായ ഇടങ്ങളിൽ നാളികേരത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിച്ചുവെന്ന് തെളിവായിരിക്കുകയല്ലേ? അപ്പം നമ്മൾ സഹായിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ഇത്തരം കാര്യങ്ങളെ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനല്ലേ? ഇവിടെ കഴിഞ്ഞ ഒരു നിയമസഭാ യോഗത്തിൽ ഈ സമ്മേളനത്തിൽ ഈ ഫ്ലോറിൽ തന്നെ ആദരണീയനായ വ്യവസായ വകുപ്പ് മന്ത്രി മനോരമ ഓൺലൈനിലെ ഒരു വാർത്ത ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട കങ്കയം എന്ന് പറയുന്ന ഒരിടത്തു നിന്ന് അവിടുത്തെ കാങ്കയം എന്ന സ്ഥലത്ത് കേരളത്തിലേക്കുള്ള വെളിച്ചെണ്ണ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഇപ്പോൾ അത് ആകെ തകർന്നിരിക്കുന്നു, ഇങ്ങോട്ടേക്ക് അധികം വെളിച്ചെണ്ണ വരുന്നില്ല എന്ന് മലയാള മനോരമയുടെ ഓൺലൈനിൽ വന്ന വാർത്തയാണ്. അത് പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് ഈ കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ അവർ പറഞ്ഞ അവരുടെ കണക്കനുസരിച്ച് 1077 coconut oil mills were started, another 1212 coconut drying units, mostly electric dryers also came up in Kerala the same period. കാരണങ്ങൾ പറയുന്നതാണ്. സാർ, ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 2000-ലധികം ചെറുകിട വെളിച്ചെണ്ണ ഉൽപ്പാദക യൂണിറ്റുകൾ ഇവിടെ ഉണ്ട്. ഈ വാർത്തയിൽ തന്നെ അവർ കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. നിരവധിയായ സഹകരണ സ്ഥാപനങ്ങൾ വെളിച്ചെണ്ണ ഉൽപ്പാദനത്തിലേക്ക്, ഉരുക്ക് വെളിച്ചെണ്ണ ഉൽപ്പാദനത്തിലേക്കെല്ലാം വരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് നാളികേരം സംഭരിച്ച് പ്രാദേശികമായി കർഷകർക്ക് കൂടുതൽ വില ലഭ്യമാകുന്ന തരത്തിലേക്ക് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നു. സർ, കേരഗ്രാമങ്ങളുടെ ഭാഗമായിട്ട്, കൃഷിക്കൂട്ടങ്ങളുടെ ഭാഗമായിട്ട് 1,00,000 സംരംഭങ്ങൾ എന്ന് വരുമ്പോൾ ഏതാണ്ട് ട്രേഡ് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫുഡ് പ്രോസസ്സിങ്ങിലാണ് അവിടെയും വന്നിരിക്കുന്നത്. വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ, ഇങ്ങനെ വിവിധങ്ങളായ മേഖലകളിലൂടെ നമ്മുടെ കേരളത്തിലെ നാളികേര കർഷകരെ സഹായിക്കാൻ ഉപകരിക്കുന്ന തരത്തിലേക്ക് ഇത്തരം സംവിധാനങ്ങൾ വന്നതിനെയെല്ലാം നമ്മൾ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ നേരത്തെ ചില കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ കണക്കുകൾക്കകത്തൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. അദ്ദേഹം ചിലപ്പോൾ സംസാര മധ്യേ പുറപ്പെട്ടായിരിക്കും കേരളത്തിൽ ഇത്ര രൂപ ഉണ്ടായിരുന്നു, ഇങ്ങുണ്ടായിരുന്നു, ഓരോ പഞ്ചായത്തുകളുടെ ഇത് ഇപ്പോഴെല്ലാം കുറഞ്ഞിരിക്കുന്നു. സാർ, നമുക്ക് നാളികേരത്തിൻ്റെ സംഭരണത്തിൻ്റെ കാര്യത്തിനകത്ത് എവിടെയല്ല, ഞാൻ ഇന്നലെയും അദ്ദേഹത്തോട് പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ സീറ്റിലൂടെ ഞങ്ങൾ ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിൽ, എവിടെയെങ്കിലും നാളികേര സംഭരണത്തിന് ഏതെങ്കിലും കേന്ദ്രം ഇന്നയിടത്തൊരു കേന്ദ്രം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കേന്ദ്രം അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. MLA പറഞ്ഞാൽ ഞങ്ങളത് ചെയ്യും. ഒരു ഡിമാൻഡ് വരെ എന്നോട് പറഞ്ഞിട്ടുള്ളത് ആദരണീയനായ പ്രതിപക്ഷ നേതാവേ, ഞാൻ MLA കുറിച്ച് തന്നാൽ 24 മണിക്കൂറിനകം അവിടെ നാളികേരത്തിൻ്റെ പച്ചത്തേങ്ങയുടെ സംഭരണ കേന്ദ്രം തുടങ്ങാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണ്. ഞാൻ അത് ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുന്നു. അന്ന് നമ്മൾ പിന്നെ എല്ലാ പഞ്ചായത്തുകളിലും സംഭരണ കേന്ദ്രങ്ങൾ, ആ കാര്യം വിട്ടേക്കുക, നമുക്ക് മുമ്പിൽ അനുഭവമുണ്ട്. 14 ജില്ലകളിലും വിജിലൻസ് കേസ് ഉണ്ടായ, 14 ജില്ലകളുമായി ബന്ധപ്പെട്ട അഴിമതി ഉണ്ടായ പഴയ സംഭരണത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് ആദരണീയനായ ശ്രീ കുറുക്കോളി മൊയ്തീനും കൂടി ഓർത്തിരുന്നാൽ മതിയാവും. നമുക്ക് ആ രീതിയിലേക്ക് ഇനിയും പോകാൻ പ്രയാസമാണ്. അല്ല, ഇനിയും നമുക്ക് അതിലേക്ക് പോകാൻ പ്രയാസമാണ്. നമുക്കുണ്ടായ പഴുതുകൾ അടച്ച് മുമ്പോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് ഓൺലൈൻ മൊബൈൽ സംഭരണ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഏർപ്പാടാക്കി നാളികേരം സംഭരിക്കാനുള്ളത് കൃത്യമായി സംഭരിക്കാം. ഇടയ്ക്ക് ചില പ്രശ്നങ്ങളെല്ലാം ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ പറയുണ്ടായി, കേന്ദ്രത്തിൻ്റെ കൊപ്ര സംഭരണത്തിൻ്റെ കാലം കഴിഞ്ഞു, സംഭരണം നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് അങ്ങ് നേരത്തെ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണെന്ന് സൂചിപ്പിച്ചെന്നുള്ളേ ഉള്ളൂ, അതിനുള്ളൊരു തരത്തിലല്ല പറഞ്ഞെങ്കിലും കേന്ദ്രത്തിൻ്റെ കൊപ്ര സംഭരണത്തിൽ ഒരുപാട് ഡിമാൻഡുകൾ എല്ലാവരും വെച്ചിട്ടുണ്ടായിരുന്നു. ആ പീരീഡ് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ നമ്മുടെ പച്ചത്തേങ്ങ സംഭരണം നിർത്താറില്ല. 365 ദിവസവും പച്ചത്തേങ്ങ ഈ വിലയ്ക്ക് 34 രൂപ കിലോയ്ക്ക് എന്ന തരത്തിൽ സംഭരിക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്, സംഭരിക്കുകയും ചെയ്യും. കേന്ദ്രം പറയുന്ന ഒരു ചെറിയ പീരീഡിൻ്റെ കാര്യം മാത്രമാക്കി അതൊരിക്കലും മാറ്റുകയില്ല. നമുക്ക് തീർച്ചയായിട്ടും ഇനി കൂടുതൽ ഇക്കാര്യത്തിൽ നമുക്ക് ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. നമുക്ക് കൂടുതൽ കേരഗ്രാമങ്ങൾ, ഇപ്രാവശ്യത്തെ ബജറ്റിൻ്റെയും ഭാഗമായി കേരഗ്രാമങ്ങളുണ്ട്. കൂടുതൽ കേരഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് നാളികേരത്തിൻ്റെ വിവിധങ്ങളായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. കർഷകൻ്റെ വരുമാനത്തിൽ വർധനവുണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സാർ മലപ്പുറത്ത് മലയാള മനോരമയുടെ കർഷകശ്രീ അവാർഡിൻ്റെ പരിപാടിക്ക് പങ്കെടുത്തത്. ഞാനും ആദരണീയനായ പ്രതിപക്ഷ ഉപനേതാവ് CPK കുഞ്ഞാലിക്കുട്ടി സാഹിബും ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു. അവിടെ അവാർഡ് കൊടുത്ത കർഷകരോട് ഞങ്ങളെല്ലാവരും
സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് പ്രതിമാസം ലഭ്യമാകുന്ന തുകയുടെ കാര്യം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കേട്ടതാണ്. ഒരു സാധാരണ കർഷകന്, ഒരു ചെറുപ്പക്കാരനായ കർഷകന് ഈ കേരളത്തിൽ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ കൂടി സഹായത്തോടും പിന്തുണയോടും കൂടി മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ അദ്ദേഹം അവിടെ പറഞ്ഞ് എനിക്ക് പ്രതിമാസം 4 ലക്ഷം രൂപ വരുമാനമുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാനിവിടെ പറഞ്ഞപ്പോൾ ഓഡി കാറിൻ്റെ പറഞ്ഞ് അങ്ങനെ പരിഹസിച്ചു. അദ്ദേഹം ഒരു ഓഡി കാർ വാങ്ങിച്ചാൽ, ഞാൻ മറ്റിടത്തിൽ പറയും അല്ലെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ ഒരു ബൂത്ത് പ്രസിഡന്റ് കൂടിയാണ് ഞാൻ അന്ന് പറഞ്ഞ ആ കാർ വാങ്ങിച്ചയാൾ. അത് ഞാൻ രാഷ്ട്രീയം പറയാൻ വേണ്ടിയല്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിജയകഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ വിജയകഥകളുടെ എല്ലാം പിന്നിൽ ഒരു വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും പിന്തുണയും പിൻബലവും ഉണ്ട്. നമുക്ക് കൂടുതൽ ഈ കാര്യത്തിൽ സഹായിക്കേണ്ടതുണ്ട്. ആ സഹായിക്കാൻ നമുക്ക് സഹായിക്കേണ്ടുന്ന, നമ്മളെ പിന്തുണയ്ക്കേണ്ടുന്നത് ഒരു ഗവൺമെൻറ്റാണ്, കേന്ദ്ര ഗവൺമെൻറ്റാണ്, യൂണിയൻ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റുകൾ ഏർപ്പെട്ടിരിക്കുന്ന കരാറുകളും നടപ്പിലാക്കുന്ന നയങ്ങളും പരിപാടികളും നമ്മുടെ രാജ്യത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് ഗുണകരമല്ല. ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും കർഷകരെ സഹായിക്കാൻ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതും കർഷകരെ പരിഗണിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു എന്നുള്ളതും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നേട്ടം തന്നെയാണ്. ഇനിയും കൂടുതൽ സഹായിക്കേണ്ടതായിട്ടുണ്ട്, ഇനിയും കൂടുതൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. ആ ഇടപെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞു, സഭ നിർത്തി ചർച്ച ചെയ്യണമെന്നൊന്നും ശ്രീ കുറുക്കോളി വൈദ്യൻ പറഞ്ഞ അതിൻ്റെ പ്രമേയം അവതരിപ്പിക്കുമെങ്കിലും പറയുന്നു. ഈ കാര്യത്തിൽ നമ്മളുടെ ഈ സഭയിൽ നമ്മുടെ പൊതുവികാരം എന്നത് നമ്മുടെ മുകളിലുള്ള ഒരു ഫെഡറൽ സംവിധാനം നിൽക്കുന്ന ഒരിടത്ത് അതിന് വിരുദ്ധമായും വിപരീതമായും പ്രവർത്തിക്കുന്ന ഒരു യൂണിയൻ ഗവൺമെൻറ്റിനെതിരായിട്ട്, പ്രത്യേകിച്ച് ഡൽഹിയിൽ നടക്കുന്ന ഒരു കർഷക സമരത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് അത് ലീഗലൈസ് ചെയ്യണമെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ കർഷകരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നതെല്ലാം ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായി വരുന്ന ഒന്ന്, നമുക്ക് നാളികേരത്തിൻ്റെ കാര്യം പറയുമ്പോൾ പുതിയ തെങ്ങിൻ തൈകൾ സ്ഥാപിക്കുക അല്ലെങ്കിൽ റീപ്ലാന്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യമാണ്. ആ റീപ്ലാന്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ കേരളത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചാണ് കേര പദ്ധതിയെക്കുറിച്ച് 6 ജില്ലകളിൽ റീപ്ലാന്റിങ്ങിന് ധനസഹായം നൽകുന്ന കാര്യം റബ്ബറിൻ്റെ കാര്യത്തിൽ ഞാൻ അന്നിവിടെ പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പാർഷ്യൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സപ്പോർട്ട് സ്കീം പദ്ധതിയുടെ ഭാഗമായി തെങ്ങിൻ്റെ കാര്യത്തിലും ആ സഹായം എത്തിക്കാൻ നമുക്ക് കഴിയും. നമുക്ക് 25,000 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷിയുടെ കാര്യത്തിനകത്ത് 22 കോടി രൂപ കേര പദ്ധതിക്കകത്ത് വകയിരുത്തിയിട്ടുണ്ട്. 20,000 ഹെക്ടർ സ്ഥലത്ത് സുസ്ഥിര തെങ്ങ് കൃഷി വികസനവും കുള്ളൻ തെങ്ങുകളുടെയും ഹൈബ്രിഡ് തെങ്ങുകളുടെയും ഉൽപ്പാദനവും തോട്ടം മേഖല റബ്ബർ, ഏലം, കാപ്പി എന്നിവ വിളകളുടെ പുനരുജ്ജീവന പദ്ധതിയും നടപ്പാക്കുന്നതിനും കേര പദ്ധതി ലക്ഷ്യം വെച്ചിട്ടുണ്ട്. 2,375 കോടിയോളം രൂപയുടെ പദ്ധതി 2024 ഏപ്രിൽ മുതൽ ഈ കേരളത്തിൽ നടപ്പിലാവുന്നു എന്നുള്ളതും 1979 ശേഷം ഈ കേരളത്തിൻ്റെ കാർഷിക മേഖലയിലേക്ക് ഇത്ര ഒരു വലിയ പദ്ധതി വരുന്നത് ഇതാദ്യമായിട്ടാണ് എന്നുള്ളതും അത് ഈ സർക്കാരിൻ്റെ തീവ്രമായ ശ്രമത്തിൻ്റെയും ഇടപെടലിൻ്റെയും ഭാഗമായിട്ടാണ് എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സാർ, അതുകൊണ്ട് കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കുന്ന കർഷകരെ ചേർത്ത് നിർത്തുന്ന സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു പ്രമേയം സഭ അദ്ദേഹം അവതരിപ്പിച്ചു. ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരിക്കൽ കൂടി പറയുന്നു. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ വിശദീകരണ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു. യെസ് സർ, ഞാൻ ആദ്യമായി അങ്ങയോടൊരു വിഷമം പങ്കുവയ്ക്കുകയാണ്. സർ, നമ്മൾ കുറേ നാളുകളായി നിയമസഭയിലിരിക്കുന്നു. ഇന്ന് ഈ വിഷയം അവതരിപ്പിച്ച ശ്രീ കുറുക്കോളി മൊയ്തീൻ സാധാരണക്കാരുടെ ഇടയിൽ ജീവിച്ച സാധാരണക്കാരനായൊരു മനുഷ്യനാണ്. അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു മേഖലയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഇവിടെ ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ എല്ലാ മന്ത്രിമാരിലൊന്നും ഞാൻ പറയില്ല, 1-2 മന്ത്രിമാർ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കുകയായിരുന്നു യഥാർത്ഥം. സാർ, അതൊരിക്കലും ഈ സഭയിൽ അത് ഒരിക്കലും ആവർത്തിക്കപ്പെടരുത് എന്ന് ഞാൻ പറയാം. സാർ, ഇത് കർഷകരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവരോട് പരിഹാസവും പുച്ഛമാണോ സാർ? ഇത് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇത് എല്ലാത്തിലും നിങ്ങൾ രാഷ്ട്രീയം കാണുന്നുണ്ടാണ്. സാർ, ഒരു വിഷയം റൂൾ 50 അനുവദിച്ച് ഇവിടെ ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നത് എന്താ? വരുമ്പോൾ മന്ത്രി 2 പ്രാവശ്യം സംസാരിക്കും. നിങ്ങൾ ചർച്ച ചെയ്ത ഒരുപാട് അംഗങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. കേരളത്തിലെ കർഷകരുടെ വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾ അവരെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന നമ്മളെല്ലാവരും ഇരിക്കുന്ന ഈ നിയമസഭയിൽ അത് വരും. അത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും, അത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടും.
ഒരുപാട് കുറവുകളും കുറ്റങ്ങളും തിരുത്തി അത് നന്നായി കൊണ്ടുപോകാൻ ഉള്ളൊരു പോസിറ്റീവായിട്ട് എടുക്കണ്ടേ? അല്ലാതെ ഇത് ഏതോ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് അറിയില്ല, ഇതെല്ലാം പാർലമെൻറ്റിൽ പറയേണ്ട കാര്യങ്ങൾ അസംബ്ലിയിലൊന്ന് പറയാൻ പറ്റും. കേന്ദ്ര സർക്കാരിനെതിരായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായിട്ടും സംസാരിക്കേണ്ടത് പാർലമെൻറ്റിലല്ലേ? അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായി അദ്ദേഹം ഇവിടെ സംസാരിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോൾ കർഷക സമരം നടക്കുന്നു. കർഷക സമരം വളരെ ശ്രദ്ധേയമായി ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു. അവരെ അടിച്ചമർത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നു. അവർ ചോദിക്കുന്നത് ലീഗൽ ഗ്യാരണ്ടിയാണ്. MSPക്ക് മിനിമം സപ്പോർട്ട് പ്രൈസിനുള്ള ലീഗൽ ഗ്യാരണ്ടിയാണ് ആ സമരത്തിൻ്റെ ഏറ്റവും വലിയ ഡിമാൻഡ്. രണ്ടാമത് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കണമെന്നാണ്. സർ, അതൊന്നും ഒരു ഫേസിൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിലും പല ഫേസിലായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്താണ് സ്വാമിനാഥൻ കമ്മീഷൻ്റെ ഏറ്റവും വലിയ റെക്കമെൻഡേഷൻ? എന്താണ്? നമ്മുടെ കൃഷി ചെലവ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിൻ്റെ ചെലവിൻ്റെ പ്ലസ് 50% ആയിട്ട് MSP നിശ്ചയിക്കണമെന്നാണ്. അപ്പോൾ കർഷകനത് ആശ്വാസം. കർഷകന് ആ കാർഷിക വൃത്തിയിൽ നിന്ന് പിന്മാറാനുള്ള ടെൻഡൻസിയാണ് ഇപ്പോൾ ഉള്ളത്. നിവൃത്തികേട് കൊണ്ടാണ് പലരും അവിടെ തുടരുന്നത്. മനോരമയുടെ അവാർഡ് നേടിയ 4 ലക്ഷം രൂപ മാസവരുമാനമുള്ള ഓടി കാറുള്ള ഒരു കർഷകനാണോ കേരളത്തിലെ ഒരു സാധാരണ കർഷകൻ്റെ പ്രതീകം? എൻ്റെ ചോദ്യം അതാണ്. ആ ഓടി കാറുള്ള കർഷകനെ പോലെയാണോ കേരളത്തിലെ ഈ വനാതിർത്തികളിലും ഈ ഹൈറേഞ്ചിലും മറ്റു പ്രദേശങ്ങളിലും ഈ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഒരു കർഷകൻ്റെ സിമ്പൽ അതാണോ? അതാണ് എൻ്റെ ചോദ്യം. ഇത് വിനീതമായ ചോദ്യമാണ്. അതാണോ സിമ്പൽ? നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ പ്രദേശത്തും ചെല്ലുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത്, ഏറ്റവും കൂടുതൽ കഷ്ടതകൾ അനുഭവിക്കുന്നത് അവരാണ്. കാരണത്തിലേക്ക് നമുക്ക് പോവാം, അവരാണ്. അപ്പോൾ കേരളത്തിലെ കാർഷിക മേഖല ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുകയാണ്. ഇത് നാളികേര കർഷകരുടെ കാര്യം പറഞ്ഞു, നെൽ കർഷകരുടെ കാര്യം പറഞ്ഞു. അടയ്ക്ക സ്വല്പം വിലയുണ്ട്, പക്ഷെ വിലയുണ്ടെങ്കിലും വിലയുണ്ട്, പക്ഷേ പ്രൊഡക്ടിവിറ്റി വളരെ മോശമായി. കാരണം രോഗങ്ങൾ വന്ന്, ഇല കൊഴിയുന്ന രോഗങ്ങൾ പുതിയതായി വന്ന്. ഞങ്ങൾ പോയി അടയ്ക്ക കർഷകരുടെ സംഗമം നടത്തിയതാണ് കാസർഗോഡ്. ഇപ്പം അതിൻ്റെ വില ഇടിയും, വില ഉണ്ടെങ്കിലും പ്രൊഡക്ടിവിറ്റി ഗണ്യമായി കുറഞ്ഞു. അപ്പം അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പം നാളികേരത്തിൻ്റെ കാര്യം എന്താ പറഞ്ഞത്? നാളികേരത്തിൽ നിന്ന് കിട്ടുന്ന പലരും തെങ്ങ് കയറുന്നില്ല. കാരണം തെങ്ങ് കയറിയാൽ കൊടുക്കേണ്ട കൂലി ഈ നാളികേരം വിറ്റാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. നിങ്ങൾ നോക്ക്, നാട്ടുമ്പുറങ്ങളിലെ തെങ്ങുകൾ നോക്ക്, പണ്ടുണ്ടായിരുന്ന പോലെയാണ്. ചെത്തി വൃത്തിയാക്കി ഭംഗിയാക്കി വെച്ചിരുന്ന തെങ്ങുകളാണ്. സാർ, താങ്കൾ വളരെ പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയി തോന്നുന്നു. ഇപ്പോൾ നാളികേരം എല്ലാ ആളുകളിലും, എല്ലാ പ്രൊഡ്യൂസർ കമ്പനികളിലും കൊണ്ടു തരുന്നത് ഇന്തോനേഷ്യയിൽ നിന്നാണ് നാളികേരം ഇറക്കുമതി. വിയറ്റ്നാമിൽ നിന്ന് കുരുമുളക് ഇറക്കുമതി ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് അങ്ങ് ഒരു പരാമർശനവും നടത്തുന്നില്ലോ. ഇപ്പോൾ നമ്മുടെ മാളുകളിൽ പോയാൽ ഇന്തോനേഷ്യയിലെ നാളികേരം കൊണ്ട് വിൽക്കണം, വിയറ്റ്നാമിലെ കുരുമുളകാണ് കൊണ്ട് വിൽക്കുന്നത്. അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ തെറ്റല്ലേ? അതിനെക്കുറിച്ചല്ലേ നമ്മളെല്ലാവരും കൂടി പറയേണ്ടത്? ഞാൻ കൃഷിക്കാരെന്നുള്ള നിലയ്ക്ക് പറയണം. ഞാൻ സംസാരിച്ച് തുടങ്ങിയില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ അങ്ങൻ്റെ പ്രസംഗം എടുത്ത് നോക്കിയാൽ മതി. അങ്ങ് കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞ കാര്യം ഞാൻ ഈ സഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട മോളുകൾ പരിശോധിച്ചാൽ വിയറ്റ്നാമിൽ നിന്നുള്ള കുരുമുളകും മറ്റ് സ്ഥലത്തു നിന്നുള്ള കുരുമുളകാണ് കേരളത്തിൽ തന്നെ മുകളിലുള്ളത്. കേരളമായിരുന്നു ഏറ്റവും വലിയ ഇൻവേഷൻ കേരളത്തിലേക്കും രാജ്യത്തേക്കും ഉണ്ടായത് ഈ സ്പൈസസിന് വേണ്ടിയിട്ടാണ്. ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്ന പെപ്പറിന് വേണ്ടിയിട്ടാണ് ഏറ്റവും വലിയ ഇൻവേഷൻസ് ഉണ്ടായത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, അങ്ങനെ ശ്രദ്ധിക്കാത്തതിനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നാളികേരത്തിൻ്റെ സംഭരണം 34 രൂപ ആയിട്ട് പ്രഖ്യാപിച്ചു. നാളികേരത്തിൻ്റെ സംഭരണം കൃത്യമായി നടന്നാൽ നാളികേര കർഷകർക്ക് ആശ്വാസമാണ്. സാർ, എത്ര പേരുടെ നാളികേരം നമുക്ക് സംഭരിക്കാൻ പറ്റുന്നുണ്ട്? ആ സംഭരണം വിജയകരമാണോ? ഇപ്പോൾ കേരളത്തിൽ 50,000 ടൺ നാളികേരം സംഭരിക്കാനുള്ള അനുമതി കിട്ടി. കേന്ദ്രത്തിൻ്റെ സഹായം കൂടി കിട്ടും. 29 രൂപ കിട്ടും, സംഭരിക്കാൻ കിട്ടി. നമ്മൾ എത്ര സംഭരിച്ചു? എനിക്ക് തോന്നുന്ന 10,000 ടണ്ണോ 11,000 ടണ്ണോ ആയിട്ടാണ് 5/1 സംഭരിച്ചിരിക്കുന്നത്. നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് നോക്ക്. തമിഴ്നാട് 50,000 ടൺ സംഭരിക്കാൻ പറഞ്ഞപ്പോൾ അവർ 50,000 ടണ്ണും സംഭരിച്ചിട്ട് ബാക്കി 34,000 ടൺ സംഭരിക്കാനുള്ള പ്രത്യേക അനുമതി കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചു. അവർ ഇതുവരെ 75,000-ലധികം ടൺ, 80,000-ലേക്ക് പോവാണ്. 80,000 ടണ്ണ് സംഭരിക്കുമ്പോൾ നമുക്ക്
50,000 ടണ്ണ് സംഭരിക്കേണ്ട അവസരത്തിൽ പോലും നമുക്കത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. നമ്മുടെ സംഭരണം പരാജയപ്പെട്ടു. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ശ്രീ കുറിക്കോളി മൊയ്തീൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ബഹളം ഉണ്ടാക്കിയായിരുന്നു. അദ്ദേഹം പറഞ്ഞെന്താ, 2017-18 മുതൽ 2020-21 വരെ കൃഷി വകുപ്പ് വഴി ഒരു സംഭരണവും കേരളത്തിൽ നടന്നില്ല. ശരിയാണോ? നടന്നില്ല. 3 കൊല്ലം 4 കൊല്ലം ഒരു സംഭരണവും നടന്നില്ല കേരളത്തിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരംഭിച്ചതാണ് നാളികേര സംഭരണം. ആ സംഭരണം വിജയകരമായി മുന്നോട്ട് പോയി. കൃഷിഭവനിലൂടെ സംഭരിക്കാനുള്ള ശ്രമം നടത്തി, അത് വിജയമായിരുന്നു. അപ്പോൾ വ്യാപകമായ തരത്തിലുള്ള സംഭരണം ഉണ്ടായി. അപ്പം നമ്മൾ പരിശോധിക്കണം. അതാണ് ഞങ്ങളിത് കൊണ്ടുവന്നത്. നാളികേര സംഭരണ കാര്യത്തിൽ ഗൗരവതരമായ പരാജയം ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുറ്റ്യാടിയിലെ MLA കാണുമല്ലോ. കുറ്റ്യാടിയിൽ ചെന്നപ്പോഴും ഏറ്റവും കൂടുതൽ നാളികേരം ഉണ്ടാകുന്ന ആലപ്പുഴ ജില്ല ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ നാളികേര കർഷകർ ഭയങ്കരമായ സങ്കടമാണ്. അവർക്ക് ഈ നാളികേര സംഭരണം നടത്തുന്ന സ്ഥലത്തേക്ക് വണ്ടിയിൽ കൊണ്ടുപോകാനുള്ള വണ്ടിക്കൂലി പോലും അവർക്ക് മുതലാവുന്നില്ല. അപ്പോൾ സംഭരണത്തിലുള്ള പാളിച്ച മാറ്റി സംഭരണം ഏറ്റവും നാളികേര ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് ആശ്വാസം കൊടുക്കുന്ന തരത്തിൽ, നമ്മളതിനല്ലേ ഈ പൈസ കൊടുക്കുന്നത്, ആശ്വാസം കൊടുക്കുന്ന തരത്തിൽ. മാത്രമല്ല, ഈ 34 രൂപ എന്ന് പറയുന്നത് കുറവാണ്. അത് 40 രൂപ വരെയൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമവും നമ്മൾ നടത്തേണ്ടതുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നാളികേരത്തിൻ്റെ കാര്യത്തിൽ എല്ലാം ഓക്കെയാണ് എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ്. നാളികേര സംഭരണം പരാജയപ്പെടുകയും നാളികേര കൃഷിയിൽ നിന്ന് ആളുകൾ പിന്മാറുകയും ചെയ്യാൻ കേരളത്തിലെ നാളികേരത്തിൻ്റെ ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും അയൽ സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ വർഷവും ഗണ്യമായി കുറഞ്ഞു വരികയാണ്. ഇത് യാഥാർത്ഥ്യമല്ലേ? ഇതിനെല്ലാം മറിച്ച് കർഷകരെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്, ചേർത്ത് പിടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? കെട്ടിപ്പിടിച്ചാൽ മതിയോ? ചേർത്ത് പിടിച്ചാൽ മാത്രം മതിയോ? അവർക്ക് അതിനുള്ള അവർ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ അധ്വാനത്തിൻ്റെ ഈ സ്വാമിനാഥൻ കമ്മീഷൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഈ കർഷകരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും അധ്വാനം കൂടി ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ കൂട്ടണം. അവർക്ക് കിട്ടേണ്ട കൂലി. ഇപ്പോൾ റബ്ബറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ വീട്ടുകാർ ആയിരിക്കും, വീട്ടിലെ ഭാര്യയായിരിക്കും അല്ലെ അമ്മയായിരിക്കും ഈ റബ്ബർ ഷീറ്റ് ഉണക്കുന്നത്. അതടക്കമുള്ള കുടുംബനാഥൻ്റെയും കുടുംബാംഗങ്ങളുടെയും അധ്വാനത്തിൻ്റെ ചെലവ് കൂടി ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമായി കൂട്ടണം. അങ്ങനെ കർഷകന് ജീവിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടോ? റബ്ബറിൻ്റെ കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. ഞാൻ വിചാരിച്ചു, വലിയ പ്രതീക്ഷ മുഖ്യമന്ത്രിയുടെ ചിരി കണ്ടപ്പോഴും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും കൃഷി മന്ത്രിയും ഒക്കെ വളരെ സന്തോഷത്തോടുകൂടി റബ്ബറിൻ്റെ മറുപടി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കരമായിട്ട് ഇത് കൂട്ടാൻ പോവാന്ന്. ധനകാര്യമന്ത്രി നിരാശപ്പെടുത്തി കളഞ്ഞു റബ്ബറിൻ്റെ കാര്യത്തിൽ. 10 രൂപ വർദ്ധിപ്പിച്ചിട്ട് അതുപോലും മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല. 4 മാസമായിട്ട് ആ പണം പോലും കൊടുക്കുന്നില്ല, ആ പണം പോലും കിട്ടുന്നില്ല, ആളുകൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ റബ്ബർ കർഷകർ അതിൽ നിന്ന് പിന്മാറുകയാണ്. നമ്മൾ നോക്കിക്കൊള്ളത്. ധനകാര്യമന്ത്രി പ്രത്യേകം ശ്രദ്ധിക്കണം, കേരളത്തിനൊരു അഗ്രികൾച്ചർ ഇക്കോണമി ഉണ്ട്. കേരളത്തിൻ്റെ ഇക്കോണമിയിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്യുന്നത് തന്നെയാണ്. വലിയ കാർഷിക സംസ്ഥാനമല്ല കേരളം, പക്ഷേ റബ്ബർ, സ്പൈസസ്, നാളികേരം തുടങ്ങി ഒരുപാട് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വഴി കേരളത്തിനൊരു അഗ്രികൾച്ചർ ഇക്കോണമി ഉണ്ട്. ആ ഇക്കോണമി പൂർണ്ണമായി തകരുകയാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ ജനറലായിട്ടുള്ള നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടാവും, തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് ഇതിനെ ഗൗരവതരമായി കാണുകയും ഇത് കുറച്ച് കർഷകരുടെ മാത്രം പ്രശ്നമാണ്, കർഷകരെപ്പോഴും പരാതിയാണ് എന്ന രീതിയിലും മാത്രം സംസാരിക്കരുത്. ഞാൻ പറയട്ടെ, നിങ്ങൾ കൊണ്ടുവന്നൊരു ഞങ്ങളെ കൂടി പിന്തുണയോടുകൂടി പാസ്സായ ഞങ്ങളോട് സപ്പോർട്ട് ചെയ്ത കാർഷിക കടാശ്വാസ കമ്മീഷൻ സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യമാണ്, നന്നായി ചെയ്തു. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇപ്പോൾ 2020 ശേഷം പുതിയ ആപ്ലിക്കേഷൻ പോലും മേടിക്കുന്നില്ല. കാർഷിക കടാശ്വാസ കമ്മീഷൻ്റെ ആളുകൾക്കൊരു ബത്ത പോലും കൊടുക്കുന്നില്ല. എത്രയുണ്ട് കൊടുക്കാൻ വേണ്ടി? 221 കോടി രൂപ പാസ്സായതിന് കാശ് കൊടുക്കാനുണ്ട്. ശരിയാണോ? പല കോപ്പറേറ്റീവ് ബാങ്കുകളിലാണ് ഇത് ചെയ്യുന്നത്. പല കോപ്പറേറ്റീവ് ബാങ്കുകളിലും സ്റ്റേറ്റിൻ്റെ ഷെയർ കൊടുക്കാത്തതുകൊണ്ട് അവരുടെ ഷെയർ കൊടുത്ത് അവർ കടം പൂർത്തിയാക്കിയിട്ടും ഡോക്യുമെൻ്റ് തിരിച്ചു കൊടുക്കുന്നില്ല ബാങ്കുകൾ. സ്റ്റേറ്റിൻ്റെ അല്ലല്ലേ, ഇത്രയും കുടിശ്ശിക വന്നിട്ടില്ലല്ലോ. ഇപ്പം ഇപ്പം കുടിശ്ശിക വരേണ്ട കാര്യമില്ലല്ലോ, കാരണം ഇപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻസ് ഇല്ലല്ലോ. പുതിയ ആപ്ലിക്കേഷനും പുതിയ ആളുകൾക്ക് അനുമതിയും കൊടുക്കുന്നില്ലല്ലോ. ഇത് എത്രയും മുമ്പിലത്തെ കുടിശ്ശികയാണിത്. 2020 ശേഷം നിങ്ങൾ അപേക്ഷ വാങ്ങിച്ചിട്ടുണ്ടോ?
നിങ്ങൾ അപേക്ഷ വാങ്ങിച്ചിട്ടില്ല, പിന്നെ എന്താ കുടിശ്ശിക? ഇപ്പം ആർക്കും പുതിയതായിട്ട് കൊടുക്കണ്ടല്ലോ. കാർഷിക കടാശ്വാസ കമ്മീഷൻ പുതിയ ഒരാളുടെ അപേക്ഷ മേടിച്ച് ചർച്ച ചെയ്ത് അവർക്ക് കടാശ്വാസം കൊടുക്കുന്നില്ല. പഴയ അപ്പോൾ അത് ഡീഫങ്ക്റ്റായി കാർഷിക കടാശ്വാസ കമ്മീഷൻ. അങ്ങനെ ഒരു ആശ്വാസമില്ല. പലർക്കും ഡോക്യുമെന്റ് എടുക്കാൻ പറ്റുന്നില്ല ബാങ്കുകളിൽ നിന്ന്. നിങ്ങളുടെ ഷെയർ നിങ്ങൾ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഗൗരവതരമായി അന്വേഷിക്കണ്ടേ? ഏറ്റവും കൂടുതൽ ജപ്തി നടപടികൾ എൻ്റെ കയ്യിലുണ്ട്. ഇതേ സംസ്ഥാന സഹകരണ ബാങ്ക് ഇടുക്കിയിൽ കൊടുത്തിരിക്കുന്ന ഈ സ്ഥാവര വസ്തു വിൽപ്പന പരസ്യം എത്ര പേരെന്നറിയാം? 100 കണക്കിന്. പ്ലീസ്. 2023 വരെ കാർഷിക കടാശ്വാസ കമ്മീഷൻ്റെ അവരപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആ കണക്കുണ്ട്. 2007 മുതൽ തന്നെ വന്ന് 30/6/2023 വരെയാണ് 6,47,000. അങ്ങ് പറഞ്ഞതുപോലെ കുടിശ്ശിക നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. 2011-16 ഗവൺമെൻറ് കാലത്തും കുടിശ്ശിക ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കണം. ഇതിനകത്ത് ഇടുക്കി വയനാട് ജില്ലകളിൽ മാത്രമാണ് ഒരു എക്സംഷൻ കൊടുത്തത്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും അപേക്ഷയൊന്നുമില്ല. പിന്നെ നിങ്ങൾ വ്യാപകമായ ജപ്തി നടപടികളാണ് കാർഷിക മേഖലയിൽ. വ്യാപകമായി കൃഷിയിടങ്ങൾ വ്യാപകമായി ജപ്തി ചെയ്യപ്പെടുകയാണ്. വലിയ കടക്കണിയിലേക്ക് പോവുകയാണ്. അങ്ങ് പറയുന്നുണ്ടോ കാർഷിക കടാശ്വാസ കമ്മീഷൻ നന്നായി ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, അവരുടെ ജോലി ചെയ്യുന്നുണ്ട്? കാർഷിക കടാശ്വാസ കമ്മീഷൻ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഡീഫങ്ക്റ്റായി. അത് അതിൻ്റെ ഫങ്ഷൻസ് അത് ചെയ്യുന്നില്ല. അപ്പോൾ വലിയൊരു ആശ്വാസം ചെറുകിട കർഷകർക്ക് കിട്ടിയിരുന്ന ഒരാശ്വാസം അത് പൂർണ്ണമായി നിങ്ങളുടെ കാലത്ത് തന്നെ ഇല്ലാതായി. നിങ്ങളിവിടെ പ്രഖ്യാപിച്ചു, ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചു എത്ര? 12,000 കോടി രൂപ. വയനാട് പാക്കേജ് പ്രഖ്യാപിച്ചു 7,000 കോടി രൂപ. കുട്ടനാട് പാക്കേജ് പ്രഖ്യാപിച്ചു 5,000 കോടി രൂപ. ഈ പാക്കേജ് നിങ്ങൾ പ്രഖ്യാപിച്ചതനുസരിച്ച് ആകെ കൊടുത്തത് 50 ലക്ഷം രൂപ വയനാട്ടിലെ കാപ്പി കർഷകർക്ക് കാപ്പി സംഭരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്രയും പൈസയിൽ കൊടുത്തത്. ഇതൊന്നും 1 രൂപ പോലും കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ? നിങ്ങളുടെ പ്രഖ്യാപനങ്ങളെല്ലാം കടലാസിൽ മാത്രമാണ്. ഒരു വയനാട്ടിലെ കർഷകനെയും ഇടുക്കിയിലെ കർഷകനെയും കുട്ടനാടിലെ കർഷകനെയും നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല. കുട്ടനാടത്തെ നെൽകർഷകരുടെ സങ്കടം എന്താ? എത്ര പേര് ആത്മഹത്യ ചെയ്തു? ഞാൻ ആത്മഹത്യ ചെയ്ത ആളുകളുടെ പേരുകൾ മുഴുവൻ പറയണോ? എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു? ഇതിനിടയിൽ കടം കയറി എത്ര പേര് ആത്മഹത്യ ചെയ്തു? നിങ്ങൾ പോയി ഇപ്പോൾ ആന്തൂരിലെ ഷാജൻ ആത്മഹത്യ ചെയ്തപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ച് വേറെ പോയ പോലെ അവരുടെ കുടുംബകാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു? എത്ര പേര് കടക്കണിയിലാണ്? എത്ര പേര് ജപ്തി നടപടികളെ നേരിടുന്നു? ആ യാഥാർത്ഥ്യം നമ്മൾ അറിയണ്ടേ? അങ്ങ് പറഞ്ഞു ഈ മൻമോഹൻ സിംഗിൻ്റെ കാലത്തെക്കുറിച്ച് അയ്യോ ഓർമ്മിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. ഞെട്ടല്. 72,000 കോടി രൂപയുടെ കർഷകരുടെ കടം മുഴുവൻ എഴുതി തള്ളിയ സർക്കാരാണത്. അതാണോ നിങ്ങൾ ഓർമ്മിപ്പിക്കരുതെന്ന് പറഞ്ഞത്? ലോകത്തിലൊരു ഗവൺമെന്റും ലോകത്തൊരു ഗവൺമെന്റും കർഷകരുടെ കടം അതുപോലെ എഴുതി തള്ളിയ ഒരു സർക്കാർ ഉണ്ടായിരുന്നില്ല. ആ സർക്കാരിനെ കുറിച്ചാണ് കേരളത്തിലെ കൃഷിമന്ത്രി ആ കാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കല്ലേ എന്ന് പറഞ്ഞത്. നിങ്ങൾ അതൊക്കെ ഓർക്കണം. നിങ്ങളതൊന്നും ഓർക്കാതെ പോകരുത്. ഇതെല്ലാം ഓർക്കണം. എന്നിട്ട് ആ സർക്കാരിനെ കുറിച്ച് ഓർക്കരുത്. അതിന്റെ കാർഷിക കടാശ്വാസ കമ്മീഷനെ ഇല്ലാതാക്കിയ പിണറായി സർക്കാരിനെ കുറിച്ചാണോ ഓർമ്മിപ്പിക്കേണ്ടത്? ഇല്ല, ഞാൻ വഴങ്ങുന്നില്ല. അദ്ദേഹം ഒരിക്കലും വഴങ്ങാറില്ല എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 72,000 72,000 കോടി രൂപ കർഷകരുടെ കടം എഴുതി തള്ളിയ മൻമോഹൻ സിംഗിനെ കുറിച്ച് ഓർക്കരുത്. കാർഷിക കടാശ്വാസ കമ്മീഷൻ ഇല്ലാതാക്കിയ പിണറായി സർക്കാരിനെ കുറിച്ച് ഓർത്താൽ മതി എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇവിടെ ഈ പ്രശ്നങ്ങൾക്ക് മീതെയാണ് വനം വന്യജീവി സംഘർഷം. മുഴുവൻ സ്ഥലങ്ങൾ 10-30 ലക്ഷം ആളുകൾ ജീവിക്കുന്ന പ്രദേശങ്ങളിലെ കൃഷി മുഴുവൻ തകരുകയാണ്. കൂണിന്മേൽ കുരുവെന്നതുപോലെയാണ് വനം വന്യജീവി സംഘർഷം, മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം വളരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാർഷിക മേഖലയിൽ, അങ്ങയോട് ഞാൻ വീണ്ടും പറയുന്നു, 4 ലക്ഷം രൂപ വരുമാനമുള്ള ഓടി കാറ് മേടിച്ച കർഷകനല്ല. എല്ലാം നഷ്ടപ്പെട്ട് കടം മേടിച്ച് വറ്റിപ്പലിശയ്ക്ക് പണം വാങ്ങിച്ച് നെല്ലിന് വിത്തിറക്കിയ കർഷകനെ കുറിച്ചും നാളികേരം വിൽക്കാൻ കഴിയാതെ വിഷമിക്കുന്ന നാളികേര കർഷകനെ കുറിച്ചും വനാതിർത്തികളിൽ ഉണ്ടാക്കിയതെല്ലാം വന്യമൃഗങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ് നിസ്സഹായനായി നിൽക്കുന്ന
കർഷകനുമായിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടത്. ഓക്കേ. അതാണ് കേരളത്തിലെ ഒരു സാധാരണ കർഷകന്റെ പ്രതീകം. സാർ, കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ ലാഘവത്വത്തോടുകൂടി പറയുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനിരിക്കുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഈ സർക്കാരിന്റെ അലംഭാവത്തിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു. ഇന്നിവിടെ അവതരിപ്പിച്ച ഈ അടിയന്തര പ്രമേയത്തെ സംബന്ധിച്ച് ഒരു തുറന്ന ചർച്ചയ്ക്ക് സമയം നൽകേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ബഹുമാനപ്പെട്ട മെമ്പർ കുർക്കുളി മേദിയിൽ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ മിക്ക മെമ്പർമാരും മന്ത്രിമാരടക്കം പരിഹസിക്കായിരുന്നു. കൃഷിക്കാരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യമായ മര്യാദ പോലും കാണിച്ചില്ല എന്ന ആക്ഷേപമാണ് ശരിക്കും ഇവിടെ പറയാനുള്ളത്. വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ആത്മാർത്ഥതയിൽ ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ എന്താണ് ഫലത്തിലുള്ള കർഷകരുടെ സ്ഥിതി എന്താണ്? കാർഷിക മേഖലയുടെ പ്രശ്നം എന്താണ്? എത്ര ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് വേറെ കാര്യം. കൃഷിക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില കിട്ടണ്ടേ? മതിയായ വില കിട്ടാത്തതുകൊണ്ടാണ് കൃഷിക്കാർ മേഖല മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് തേങ്ങ ഈ സംഭരണത്തെ പറ്റി പറഞ്ഞില്ല. 365 ദിവസം നമ്മൾ സംഭരണം നടത്തുന്നുണ്ടോ? അതിനുള്ള സംവിധാനം തന്നെ ചെയ്തിട്ടില്ല. അതുപോലെ തെങ്ങുകൾ വെട്ടിമാറ്റി പുതിയ വെക്കുന്നതിനുള്ള പദ്ധതികളുണ്ട്. പക്ഷേ അതിൽ പണം കൊടുക്കുന്നുണ്ടോ? വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നതൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയാണെങ്കിലും ഫലത്തിൽ ഇത് കൃഷിക്കാർക്ക് അനുഭവവേദ്യമല്ല എന്നുള്ളതാണ് എൻ്റെ ആക്ഷേപം. ഇവിടെ ബഹുമാനപ്പെട്ട മെമ്പർ സംസാരിച്ചപ്പോൾ ഇന്ന് നടക്കുന്ന കർഷക സമരത്തെപ്പറ്റി അനുകൂലിച്ച് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? കേന്ദ്ര ഗവൺമെൻറ് നിലപാടുകൾ ശരിയല്ലെന്നും അതിനെതിരായി നടക്കുന്ന പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പറയുന്നു എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തെ അനുകൂലിക്കലാണ്. എന്താണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കർഷകദ്രോഹമായ ഒരു നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഓരോ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ് വരുമ്പോൾ ഇതുപോലെ സംഗതി ഉണ്ടാകുമ്പോൾ അതിനെ മറികടന്ന് അതിൻ്റെ പരിധിക്കകത്തു നിന്നുകൊണ്ട് എങ്ങനെ കൃഷിക്കാർക്ക് സഹായം ചെയ്യാൻ കഴിയുമെന്നല്ലേ സംസ്ഥാന ഗവൺമെൻറ് നോക്കേണ്ടത്. ആ കാര്യത്തിലാണ് ഞങ്ങൾ യോജിപ്പ്. അതുകൊണ്ട് ഇവിടുത്തെ കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മുടെ പരിധിക്കകത്തു നിന്നുകൊണ്ട് പരിഹരിക്കാനും അവർക്ക് ആശ്വാസം നൽകാനുള്ള ഒരു നിലപാടും ഫലപ്രദമായി ഇവിടെ നടന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പ്രതിഷേധിച്ച് ഞങ്ങൾ പാർട്ടി കൂട്ടുന്നത്. സർ, കേരളത്തിൻ്റെ കാർഷിക മേഖല ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നാളികേരവും റബ്ബറും നെല്ലും ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം കൃഷിക്കാർക്കും വേണ്ടിയാണ് ഈ അടിയന്തര പ്രമേയം. കാർഷിക മേഖലയുടെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഇന്ന് കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട ശ്രീ കുർക്കുളി മൊയ്തീൻ ഇവിടെ മറ്റ് പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ആദ്യമായി വരുന്ന ഒരു നിയമസഭയിലെ പുതിയ അംഗമാണ്. ചിലത് അടിയന്തര പ്രമേയം പോലെ ഒരു കാര്യം അവതരിപ്പിക്കാൻ ആദ്യം കിട്ടുന്നൊരു അവസരത്തിൽ സത്യത്തിൽ ഈ സഭയിലിരിക്കുന്ന ഭൂരിപക്ഷം പേരും പുതിയ അംഗങ്ങളാണ്. അപ്പം അങ്ങനെ വരുന്ന ഒരു അവസരം കിട്ടുന്ന ആളിനെ ആക്രമിക്കാനും അദ്ദേഹത്തെ കൊണ്ട് പറയാൻ അനുവദിക്കാത്തതിലേക്ക് പോകുന്ന ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും ചെയ്യുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. സാറേ, സഭയ്ക്ക് ചേർന്നൊരു പരിപാടിയല്ല. ഇവിടെ എല്ലാവരും അക്കാര്യത്തിൽ രാഷ്ട്രീയത്തിൽ അതിനെ പിന്തുണ നൽകുന്ന രീതിയാണ് നമുക്കുണ്ടായിരുന്നു. സാർ, അതുകൂടി ഞാനിവിടെ സന്ദർഭവശാൽ ചൂണ്ടിക്കാണിക്കാം. അത്തരം നിലപാടുകൾ തിരുത്താൻ മുന്നോട്ടെങ്കിലും തയ്യാറാകണമെന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. സർ, കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളിൽ നാളികേരത്തിൻ്റെ സംഭരണം ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ഇവിടെ പറയുകയുണ്ടായി. നാളികേരത്തിൻ്റെ സംഭരണം ഇന്ന് കേരളത്തിൽ പരിപൂർണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു അസംബ്ലി മണ്ഡലങ്ങളിൽ MLA മാർ ചൂണ്ടിക്കാണിച്ചാൽ എവിടെ വേണമെങ്കിലും സംഭരണ കേന്ദ്രം തുടങ്ങാം. സാർ, തുടങ്ങിയിട്ട് എന്താ കാര്യം? ഈ സംഭരണ കേന്ദ്രം തുടങ്ങി